ഹലോ ഹായ് വെൽക്കം ടു വീഡിയോ. ഇന്നെൻ്റെ ബർത്ത്ഡേ ദിവസമാണ്. അപ്പം രാവിലെ ബർത്ത്ഡേ ആയിട്ട് ഒരുങ്ങി കുളിച്ചു വൃത്തിയായി അമ്പലത്തിൽ പോകാമെന്ന് കരുതി. പുതിയ ഷർട്ടാണ്, പഴയ മുണ്ടാണ്. ഈ മുണ്ട് എപ്പോഴും അമ്പലത്തിൽ ഞാൻ ഉടുക്കുന്നതാണ്. ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഈ വാച്ച് എൻ്റെ വൈഫിൻ്റെ ഗിഫ്റ്റാണ്, ബർത്ത്ഡേ ഗിഫ്റ്റ്. അപ്പം വാച്ചൊക്കെ നോക്കി എല്ലാം എനിക്ക് ചേരുന്നൊക്കെ ഉണ്ട്. ഒക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ ഞാനും വൈഫും കൂടി ഒരുമിച്ചാണ് അമ്പലത്തിൽ പോകുന്നത്. വൈഫ് വന്നു. അപ്പം നമ്മൾ രണ്ടുപേരും കൂടി റെഡിയായി ഇറങ്ങി. ഒരു പൂക്കിയായിപ്പോയൊന്നുമില്ലല്ലോ അല്ലേ. അങ്ങനെ അമ്പലത്തിലെത്തി. ഇതാണ് അമ്പലം. നമ്മുടെ വീടിന് തന്നെ അടുത്തുള്ള ശ്രീകൃഷ്ണൻ്റെ അമ്പലമാണ്. കൃഷ്ണ ഭഗവാനാണ് അവിടുത്തെ പ്രതിഷ്ഠ. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷം. ഫ്രണ്ടിൽ അമ്പലക്കുളം, സൈലൻ്റാണ്. ചെല്ലുമ്പം തന്നെ ഒരു പോസിറ്റീവ് എനർജി. അപ്പം തൊഴുതെല്ലാം ഇറങ്ങിയപ്പം നിറപുത്തിരിയുടെ നോട്ടീസൊക്കെ തന്നു. അപ്പോൾ എല്ലാവരെയും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതു താഴെ ഇറങ്ങി. എന്നിട്ട് 2-3 ഫോട്ടോയൊക്കെ എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് വന്നത്. അപ്പം വരുന്ന വഴിക്ക് ഒന്ന് ചന്തയിലും കൂടി കയറി നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ കപ്പയൊക്കെ മേടിക്കണമായിരുന്നു. അപ്പം വൈഫിന് കപ്പ, ചിക്കൻ, ഊണ് അങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. ഞാൻ തന്നെ പറഞ്ഞത് ബിരിയാണി വേണ്ട എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മൾ കരിയും ചന്തയിലാണ് പോയത്. അത്യാവശ്യം മീനൊക്കെ ഉണ്ടായിരുന്നു. ചൂര, വങ്കടവ. ചൂരയും വങ്കടവയും കൂടി പിരിഞ്ഞ് ചൂടയായിപ്പോയി. വങ്കടവ ഉണ്ടായിരുന്നു, നെത്തോലി, കൊഞ്ച്, പിന്നെ അയല, അങ്ങനെ അത്യാവശ്യം മീനെല്ലാം ഉണ്ടായിരുന്നു. അത്യാവശ്യം ഫ്രഷ് മീനാണ് അവിടെ കിട്ടുന്നത്. പിന്നെ അറിയാമല്ലോ, ചന്തയിൽ നമ്മൾ നോക്കിയെടുക്കണം. ഞാൻ അത്യാവശ്യം ചെറുതിലോട്ട് മീനൊക്കെ മേടിച്ച് പരിചയമുള്ളതുകൊണ്ട് എനിക്കങ്ങനെ അത് പറ്റിപ്പോവാറില്ല. എപ്പോഴും നല്ല മീൻ തന്നെ മേടിക്കാൻ പറ്റാറുണ്ട്, ദൈവാനുഗ്രഹത്താൽ. അങ്ങനെ ചെറുതിലേ ഉള്ളൊരു പ്രാക്ടീസാണ്. അമ്മ കുഞ്ഞിലെയൊക്കെ ഇതൊക്കെ തന്നു വിടുമായിരുന്നു, മേടിച്ചിട്ട് വന്നതൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് അതൊരു എക്സ്പീരിയൻസായി. ഇവിടെ അത്യാവശ്യം നല്ല മീൻ കിട്ടും കേട്ടോ. അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റി ഓഫ് മീൻസ് അവിടെ ഉണ്ടായിരുന്നു. ഇത് ചാളയാണ്, മത്തി, നമ്മുടെ നാടൻ ചാള. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് മീൻ മേടിച്ചു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കപ്പയും പിന്നെന്തോ വെളുത്തുള്ളിയോ അങ്ങനെ എന്തൊക്കെയോ വൈഫിന് അത് കിട്ടിയില്ല, അത് മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം മേടിച്ചു. എന്നിട്ട് നമ്മൾ അവിടുന്ന് നേരെ ഇനി മുട്ടയാണ് മേടിക്കേണ്ടത്. അപ്പം മുട്ട കടയിലെത്തി. ഇവിടെ മുട്ടയ്ക്ക് 4 രൂപ 70 പൈസ ഉള്ളായിരുന്നു. നിങ്ങളവിടെയൊക്കെ മുട്ടയ്ക്ക് എത്ര രൂപയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക പറ്റുമെങ്കിൽ. നമ്മൾക്കിവിടെ 4 രൂപ 70 പൈസ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളൊരു 30 മുട്ടയും മേടിച്ചു. വീട്ടെത്തിയിട്ട് അപ്പവും കടലക്കറിയായിരുന്നു. അപ്പം എന്നോട് തലേ ദിവസം ചോദിച്ചായിരുന്നു എന്താണ് വേണ്ടത്, ദോശ, ഇഡലി, സാമ്പാർ, ചട്നി. ഞാൻ പറഞ്ഞ അപ്പവും കടലക്കറിയും മതി എന്ന് പറഞ്ഞ്. എനിക്ക് ആ കോമ്പിനേഷൻ ഇഷ്ടമാണ്, അപ്പവും ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. അത് കഴിഞ്ഞപ്പം അമ്മ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്ത ഗിഫ്റ്റ് വന്നു, ബർത്ത്ഡേ ഗിഫ്റ്റ്. അതൊരു ബോൾട്ടിൻ്റെ ഒരു സ്മാർട്ട് വാച്ച് ആയിരുന്നു. ഞാൻ തന്നെ കളറെല്ലാം ചൂസ് ചെയ്തത് കേട്ടോ. അതുകൊണ്ട് സർപ്രൈസ് ഒന്നുമില്ല. അപ്പോൾ അതൊരു അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പം നമ്മൾ രണ്ടും കൂടി ഇരുന്ന് അൺബോക്സ് ചെയ്തു. ഒരുപാട് കളറുണ്ടായിരുന്നു. ഒരു ചെയിൻ വരുന്നുണ്ടായിരുന്നു, ബ്ലാക്ക്, ഓറഞ്ച്, ഒരു ഗ്രീൻ ടൈപ്പ്. ഞാൻ എടുത്തത് ബ്ലൂ ആണ്. അതങ്ങനെ ആരും ഞാൻ മേടിച്ച ഫോട്ടോയൊന്നും കണ്ടില്ല, പക്ഷേ എനിക്കെന്തോ ബ്ലൂ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ബ്ലൂ എടുത്തു. ഇവരൊക്കെ പറഞ്ഞു ബ്ലാക്ക് എടുത്താൽ പോരായിരുന്നു, അതല്ലേ സ്റ്റാൻഡേർഡ് എന്നൊക്കെ. എനിക്കത് ഒറ്റ നോട്ടത്തിൽ അതങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനത് മേടിച്ചു. അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണിത്. ഇത് ബർത്ത്ഡേക്ക് കിട്ടുന്ന 2ാമത്തെ വാച്ചാണ്. എടുത്തപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതാണ് നമ്മുടെ വാച്ച്, ഞാൻ പറഞ്ഞ വാച്ച്. എല്ലാവർക്കും സ്ട്രാപ്പ് ബ്ലാക്ക് പോരെന്നൊക്കെ എന്നോട് ഇങ്ങനെ കൺഫ്യൂഷനൊക്കെ ആക്കി ചോദിച്ചു.
എന്ന് എനിക്കിഷ്ടപ്പെട്ടായിരുന്നു, എനിക്ക് ചേരുന്നതായിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കിച്ചണിലോട്ടാണ് പോയത്. അവിടെ കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. കപ്പ ഒരു സൈഡിൽ, ചിക്കൻ ഒരു സൈഡിൽ, പിന്നെ എന്താണ് മേടിച്ച മീൻ ഒരു സൈഡിൽ. നമ്മൾ മേടിച്ച അയലയാണ് കേട്ടോ. അപ്പോൾ വൈഫ് എന്നോട് പറഞ്ഞു പാല് മേടിച്ചിട്ട് വരെ. അപ്പം ഞാൻ അത് ക്യാമറ നോക്കി പറയുവാണ്, പായസം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പാല്. അപ്പം പാല് മാത്രം പോരാ, നാരങ്ങയും കൂടി വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഈ കപ്പയൊക്കെ എപ്പോഴും ഞാനാണ് വീട്ടിൽ വൃത്തിയാക്കാറുള്ളത്. വൈഫ് എത്ര ചെയ്യുമ്പം അത്ര ചിലപ്പം കൈയൊക്കെ മുറിയും. അപ്പം ഞാനതൊന്ന് മറ്റേ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ മേടിച്ച് ഞാൻ കട്ട് ചെയ്യുന്നതാണ്. പക്ഷേ കട്ട് ചെയ്തപ്പോൾ ഇത്ര ഇല്ലായിരുന്നല്ലോ, വീഡിയോയിൽ ഒരുപാടുള്ള പോലെ തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് വൈഫിൻ്റെ അമ്മ വന്നു ഉച്ചയായപ്പം. അപ്പം വൈഫിൻ്റെ അമ്മയുടെ ഗിഫ്റ്റാണ് അത്. ഒരു ബോൾട്ടിൻ്റെ ഇയർബഡ്സാണ്. അത് വൈഫാണ് അതിൻ്റെ സജഷൻ എല്ലാം കൊടുത്തത്. എൻ്റെ അടുത്ത് ഷർട്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്ക് ഷർട്ട് വേണ്ടെന്ന് പറഞ്ഞു. ഇതാണ് വൈഫിൻ്റെ അമ്മ. അങ്ങനെ ഞാൻ അതൊക്കെ സന്തോഷമായി. അത് കഴിഞ്ഞിട്ടൊരു വലിയ സംഭവം ഉണ്ടായി. ഇപ്പോൾ 1 മാസം വൈഫ് വീട്ടിലില്ലായിരുന്നു ഇടയ്ക്ക്. അപ്പം ഞാൻ ഗ്യാസ് ബുക്ക് ചെയ്യാൻ മറന്നു. ആക്ച്വലി നമുക്ക് 3 കുറ്റിയുണ്ട്, പക്ഷേ ഞാൻ ഇത് ബുക്ക് ചെയ്തില്ല, മറന്നു. ഇതിനിടയ്ക്ക് കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഗ്യാസ് തീർന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് പോയി ഗ്യാസ് ഏജൻസിയിൽ പോയി തന്നെ അപ്പം തന്നെ ഓൺലൈൻ ബുക്ക് ചെയ്ത് പോയി മേടിച്ച്. അപ്പോഴത്തേക്ക് വൈഫ് ഇലക്ട്രിക് കുക്കറിൽ വെച്ച് ചിക്കനൊക്കെ റെഡിയാക്കി. പായസമായി, ചിക്കൻ ഫ്രൈ ആയി, കപ്പയായി, കിച്ചടി പച്ചടി, പുളിശ്ശേരി എല്ലാം റെഡിയാക്കി കഴിഞ്ഞായിരുന്നു. അപ്പം ഇതെല്ലാം റെഡിയാക്കി നമ്മൾ കഴിക്കാമെന്നുള്ളൊരു സെറ്റപ്പിലോട്ടെത്തി. അത് കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം കൂട്ടി ഫുഡും കഴിച്ചു. ഫുഡ് കഴിഞ്ഞ ശേഷം പായസമായിട്ട് ഞാൻ ഇറങ്ങിയതാണ്. ഷുഗർ കഴിക്കണ്ടെന്ന് വിചാരിക്കുമ്പം എന്തായാലും കഴിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ചുമ്മാ പാട്ടൊക്കെ പാടി. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പം അമ്മയും അച്ഛനും അനിയനും കൂടി വന്നു കേക്ക് മേടിച്ചിട്ട്. ഞാൻ മുതുക്കായി, ഇനി കേക്ക് കട്ട് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ കേക്കൊന്നും മേടിക്കില്ല എന്ന് പറഞ്ഞതാണ്. വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു 4 വർഷമായിട്ട് ഞാൻ കേക്കൊന്നും ഇങ്ങനെ മേടിക്കാറില്ല. അപ്പം വൈകിട്ടായപ്പോൾ അനിയൻ കേക്ക് മേടിച്ച്. അപ്പോൾ അമ്മയും അച്ഛനും അനിയനുമായിട്ട് വന്ന്. അങ്ങനെ അവർ കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന സീനാണിത്. ഇതാണ് അച്ഛൻ, അമ്മ, അനിയൻ, വൈഫിൻ്റെ അമ്മയുണ്ട്. വീഡിയോ എടുത്തപ്പം തിരിഞ്ഞുപോയി. അതാണ് ഇങ്ങനെ ഈ വീഡിയോയ്ക്ക് ഇങ്ങനെ ഒരു ചരിവുള്ളത്. ഇതായിരുന്നു ചോക്ലേറ്റ് കേക്കായിരുന്നു എൻ്റെ കേക്ക്. അത് കഴിഞ്ഞ് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് അമ്മ, അച്ഛൻ, എന്തോ പറയുന്നതാണ്, എനിക്കത് ഓർമ്മയില്ല എന്താണെന്ന്. വൈഫ്, അനിയൻ, പിന്നെ വൈഫിൻ്റെ അമ്മ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രി ഒരു 9:30 ഒരു 10:30 11 മണിയായപ്പം പോത്തീസിൽ പോയി. അപ്പം പോത്തീസിൽ 12 മണി വരെ മിഡ് സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഒരു 11 മണിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഉള്ള തിരക്കാണിത്. രാത്രിയും ഇത്രയും ആൾക്കാരവിടെ. 11:20 11:20 നമ്മളവിടെ കയറിയപ്പം ഉള്ള 11:20 തിരക്കാണ്. അത് ഹൈപ്പർ മാർക്കറ്റിലൊന്നുമല്ല, നമ്മളെ ഇലക്ട്രോണിക് സെക്ഷനിലും മറ്റേ കയറിയപ്പോൾ ഉള്ള തിരക്കാണ് ഈ കാണുന്നത്. കുറച്ചും കൂടി ആൾക്കാരെല്ലാം കുറച്ച് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. ഞാനവിടെ എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. എങ്ങനെയുണ്ട് എൻ്റെ ഷർട്ടും പാൻറ്റൊക്കെ? ഞാൻ പൂക്കുകയായിട്ടുണ്ടോ?
കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ തേരാപ്പാര നടന്ന് മണി 12 ആയപ്പം ഏകദേശം ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു തിരക്കാണ്. 12 മണിക്ക് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ 12 മണിക്കും ആൾക്കാർ പർച്ചേസിങ് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ കൂടെ ചേർന്ന് പർച്ചേസ് ചെയ്തു. 12 മണിയൊക്കെ ആയപ്പം നമുക്ക് എന്നിട്ട് ബില്ലൊക്കെ അടിച്ചിറങ്ങിയപ്പം 12:30 അത് കഴിഞ്ഞ് രാവിലെ വൈഫിൻ്റെ അമ്മയെ കൊണ്ടാക്കുന്ന ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ പകുതി ഉറങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ എൻ്റെ അടുത്ത് വൈഫ് ചോദിക്കുന്നുണ്ട്, പക്ഷേ എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി വരും വീഡിയോകളിൽ ബാക്കി വിശേഷങ്ങൾ കാണാം.